നമസ്കാരം. നമ്മുടെ പോർട്ടിന്റെ ഗേറ്റ് തുറക്കാൻ കസ്റ്റംസ് 100% തയ്യാറാണ്. എന്തുകൊണ്ടാണ് ഗേറ്റ് തുറക്കാത്തത്? അത്തരമൊരു ചോദ്യം എന്തുകൊണ്ടാണ് നമ്മുടെ എംപിയുടെ വായിൽ നിന്ന് പാർലമെന്റിൽ വരാത്തത്? സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഓർമ്മയില്ലാത്ത ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പ്രേക്ഷകർ തന്നെ ചിലപ്പോൾ അവസരം നൽകാറുണ്ട്. വിശ്വനാഥൻ സുബ്രഹ്മണ്യം കുറെ നാൾ അദ്ദേഹം നിശബ്ദനായിരുന്നു. അദ്ദേഹം വീണ്ടും അവതരിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു തുറമുഖത്തിനെ സംബന്ധിച്ച് ഒരു നല്ല ന്യൂസ് പറഞ്ഞു. അത് യാഥാർത്ഥ്യമാകാം, അല്ലാതെയും ഇരിക്കാം. പക്ഷെ ആ മനുഷ്യൻ ഇത്രയും വിമർശിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒന്നുകൂടെ കത്ത് വായിക്കണമെന്ന് തോന്നുന്നു. ഒരാൾ ഒരു തുറമുഖത്തിനെ സംബന്ധിച്ച് ഒരു നല്ല ന്യൂസ് പറഞ്ഞു. അത് യാഥാർത്ഥ്യമാകാം, അല്ലാതെയും ഇരിക്കാം. അതെനിക്ക് മനസ്സിലാവുന്നില്ല മിസ്റ്റർ വിശ്വനാഥൻ. ഒരു ന്യൂസ് എന്ന് പറയുന്നത് 101% യാഥാർത്ഥ്യമാകണം. അതല്ലാതെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അതിന് ഇന്നലെ റോയി ഒരു വാക്ക് പറഞ്ഞു, ഫാട്ടിംഗ്, ഗ്യാസ്, തള്ളൽ. അതാണ് ശ്രീ തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും കുറെ കാലം ചില പോർട്ടുകൾക്ക് വേണ്ടി തള്ളലുകൾ നടത്തി. ആ തള്ളലുകൾ നടത്തിയതിന്റെ പേരിലാണ് ഈ തുറമുഖം 30 വർഷം പാതാളത്തിൽ കിടന്നത്. ഞങ്ങൾ ഒരു തള്ളലും നടത്തിയിട്ടില്ല. ഞങ്ങളുടെ തുറമുഖത്തെക്കുറിച്ച് 101% കൃത്യമായ കാര്യങ്ങളാണ് പറയുന്നത്. അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഈ തള്ളലും ഫാട്ടിങ്ങും ഒന്നും നിലനിൽക്കില്ല. അങ്ങനെ ഫാർട്ടിങ്ങും തള്ളലും നടത്തി ഈ തുറമുഖത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യവുമില്ല. എംപി അല്ല, ഒരു സാധാരണ മനുഷ്യൻ പോലും അങ്ങനെ ഈ തുറമുഖത്തെ സംബന്ധിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ന്യൂസ് യാഥാർത്ഥ്യമായിരിക്കാം, അല്ലാതെ ഇരിക്കാം? അതിന് ന്യൂസ് എന്നല്ല പറയുന്നത്, അത് നേരത്തെ പറഞ്ഞു. ഇവിടെ 642 ദിവസമായി. ആദ്യത്തെ കപ്പൽ സാൻ ഫെർണാണ്ടോ വന്നിട്ട് 2024 ജൂലൈ 11 സാൻ ഫെർണാണ്ടോ വന്നിട്ട് ഇന്നേക്ക് 642 ദിവസമായി. കസ്റ്റംസ് എന്താണ് പറയുന്നതെന്ന് അറിയാമോ അവരെ കുറിച്ച്? ഇപ്പോൾ ഗേറ്റ് തുറക്കുന്നതിന്റെ കാര്യങ്ങളിലോട്ട് കടക്കുമ്പോൾ എല്ലാ ക്രമീകരണങ്ങളും കസ്റ്റംസ് പൂർത്തിയാക്കി. കൂടുതൽ ഓഫീസേഴ്സിനെ നിയോഗിക്കേണ്ടി വന്നാൽ, നിലവിലുള്ള ഓഫീസേഴ്സിനുള്ള സൗകര്യമുണ്ട്, നിയോഗിക്കേണ്ടി വന്നാൽ അതിനുള്ള സൗകര്യം അവിടെ കൊടുക്കണം. ഡ്രൈവ് ഇൻ കണ്ടെയ്നർ സ്കാനർ ഈസ് ഫുള്ളി റെഡി. ഓഫീസേഴ്സിന്റെ പരിശീലനവും പൂർത്തിയാക്കി. ബാഗേജ് സ്കാനർ ഫോർ ക്രൂ ചേഞ്ചിന് ആരെങ്കിലും വന്നാൽ അവരുടെ ബാഗേജ് സ്കാനറിന് ഇതുവരെ റെഡിയാക്കിയിട്ടില്ല. അത് കാര്യമില്ല. അതർവൈസ് ബാഗ്സ് വിൽ ബി ഓപ്പൺഡ് ആൻഡ് എക്സാമിൻഡ്. അവരുടെ ആ ബാഗുകൾ തുറന്ന് പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ആ സ്കാനർ മാത്രമാണ് വെക്കാത്തത്. അതൊരു തടസ്സമാകേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് 100% റെഡിയായിരിക്കുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഗേറ്റ് തുറക്കാത്തത്? എംപി ഈ ഗേറ്റ് തുറക്കാത്തതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ചില ആളുകളുടെ, ചില പോർട്ടുകളുടെ വക്താവായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുകയാണോ എന്നുള്ളതാണ് ഇത്തരം ഒരു വിഷയം അദ്ദേഹത്തിന് പാർലമെന്റിൽ ചോദിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം പാർലമെന്റിൽ ആ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം നേരിട്ട് ചോദിക്കേണ്ട, ഒരു ലെറ്റർ എഴുതി കൊടുത്താൽ മതി, ഒരു ചോദ്യം എഴുതി കൊടുത്താൽ മതി. അത് ഏതൊക്കെ ഏജൻസികളെ ആക്റ്റീവ് ആക്കുമെന്ന് അറിയാമോ? കേരള ഗവൺമെന്റ്, വിസിൽ, അദാനി, കസ്റ്റംസ്, എമിഗ്രേഷൻ, FRRO, പ്ലാൻ ക്വാറന്റൈൻ, പോർട്ട് ഹെൽത്ത് ഓഫീസ്, ഡിഫൻസ്, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ എല്ലായിടത്തോട്ടും എന്താണ് തടസ്സം, ഈ ഗേറ്റ് തുറക്കുന്നതിന് തടസ്സം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് എല്ലാ ഏജൻസികൾ, എനിക്കറിയാം, നേരിട്ട് എനിക്കറിയാം, പാർലമെന്റിൽ വരുന്ന ഒരു ചോദ്യം താഴെ തട്ടിലുള്ള ഒരു ക്ലാർക്കിന്റെ അടുത്ത് എന്തുമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് നേരിട്ടറിയാം. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഇത്രയും ഏജൻസികളെ അലേർട്ടാക്കാനും ആക്റ്റീവ് ആക്കാനും കഴിയുന്നതാണ് ഒരു MP പാർലമെന്റിൽ എഴുതി കൊടുക്കുന്ന ഒരു ചോദ്യം. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യമില്ല, അല്ലെങ്കിൽ അതിനുള്ള ആത്മാർത്ഥതയില്ല. അതുകൊണ്ടാണ് ഈ ഗേറ്റ് 642 ദിവസവും താഴെ വീണ് പൂട്ടിക്കിടക്കുന്നത്. അങ്ങനെ അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ഒരു ദിവസം ഈ രാജ്യം ചെലവഴിക്കുന്നത് 45,753 രൂപയാണ്. ഏകദേശം 50,000 രൂപ. പാർലമെന്റിലെ കണക്കാണ്. ഒരു എംപിക്ക് വേണ്ടി രാജ്യം 1,67,00,000 രൂപയാണ് ചെലവാക്കുന്നത്.
India spends 1,316 crore per year to maintain all 788 MPs. That's about 1.67 crore per MP annually. കണക്കൂട്ടിയെടുത്താൽ ഒരു ദിവസം 45,000-ത്തിലധികം രൂപ. എന്തിനാണ് ഇതിനെയൊക്കെ നമ്മൾ ചുമക്കുന്നതെന്ന് സാധാരണ മനുഷ്യർ, നികുതി കൊടുക്കുന്നവർ ചിന്തിക്കണം. അതേ സമയത്ത് ഒരു രാജ്യത്തോട് താല്പര്യമുള്ളവർ, ഒരു രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം ഭാവിക്ക് ഗുണകരമാകും എന്ന് കരുതലുള്ള ചില രാജ്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. ഇപ്പോഴത്തെ യുദ്ധം, ഹോർമോസ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് UAE അവരെടുത്തിരിക്കുന്ന നടപടി എന്താണെന്ന് കൂടി നമ്മൾ ഈ സമയത്ത്, നമ്മുടെ MP ഇങ്ങനെ ഗ്യാസ് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഗ്യാസ് തന്നാൽ മതിയായിരുന്നു, കുക്കിങ്ങിന് ഉപയോഗിക്കാമായിരുന്നു. അദ്ദേഹം കുറച്ചുകൂടെ ഗ്യാസ് തള്ളിയിരുന്നെങ്കിൽ നാട്ടുകാർക്ക് ഈ LPG പ്രശ്നം ഉണ്ടാവില്ല, അത് പരിഹരിക്കാമായിരുന്നു. UAE President Sheikh Mohammed bin Zayed Al Nahyan held talks with the ruler of Fujairah, Sheikh Hamad bin Mohammed Al Sharqi, focusing on national priorities. എന്താണ് അവരുടെ രാജ്യത്ത് ഈ ക്രൈസിസ് അതിജീവിക്കുവാൻ അവർ എന്ത് ചെയ്യണമെന്ന് UAE പരമോന്നത നേതാവ് താഴോട്ട് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്ന് അവരുടെ ഒരു സ്റ്റേറ്റ്, 7 എമിറേറ്റ്സിൽ 1 ഫുജേറ. ഇപ്പൊ ഫുജേറയാണ് അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന്. ദുബായ് അല്ല, അജ്മാൻ അല്ല, ഷാർജ അല്ല, ഫുജേറയാണ്. എന്താണ് കാരണം? ആസ് പാർട്ട് ഓഫ് ദ വിസിറ്റ്, ദ 2 leaders inspected operations at Fujairah port, assessing measures aimed at maintaining business continuity and high operational efficiency. അബുദാബിയുടെ എണ്ണ തുടർന്നും പുറംലോകത്തോട്ട് പോകണം, വരുമാനം ഉണ്ടാക്കണം. ആ വരുമാനത്തെക്കുറിച്ചൊക്കെ അവർ പിന്നീട് പറയുന്നുണ്ട്. വരുമാനം രാജ്യത്തിനുണ്ടായില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം അവർക്ക് എന്താണെന്ന് അറിയാം. അതിനുവേണ്ടി അദ്ദേഹം ഫുജേറ പോർട്ട് സന്ദർശിക്കുകയാണ്. നമ്മുടെ ഈ MP ഈ അടുത്ത ദിവസം എന്നെങ്കിലും ഈ 600 നേരത്തെ പറഞ്ഞ തുറമുഖം തുറക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ചർച്ച നടത്താൻ ഈ തുറമുഖത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? The two described the port as a strategic national asset. അടിയാള സിമ്പൽ. അവർക്കറിയാം പോർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന്. The two described the port as a strategic national asset, crucial to supporting the UAE economy and global energy markets. ആദ്യം രാജ്യത്തോട് സ്നേഹം വേണം. ജനങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ ജനങ്ങളോട് സ്നേഹം വേണം, ആ രാജ്യത്തോട് സ്നേഹം വേണം. അതൊന്നും ഇല്ലാത്തവരോട്, ഗ്യാസ് തള്ളൽ, ഇതൊന്നും നടത്തുന്നവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം കൂടി അവർ പറയുന്നു. There are fears that prolonged instability may drain foreign currency reserves and trigger capital flight. ഇവിടുന്ന് ക്യാപിറ്റൽ നാടുവിടും. Even though no formal request for a swap line has been made yet. അത്തരത്തിലൊരു ഔദ്യോഗികമായ റിക്വസ്റ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിലും അവിടെ വന്നിരിക്കുന്ന നിക്ഷേപങ്ങൾ അവിടെ ഉപേക്ഷിച്ച് സ്ഥലം വിടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അത് തടയുന്നതിന് പോർട്ട് പോലുള്ള നാഷണൽ അസറ്റ്സ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് UAEയുടെ പരമോന്നത നേതാവ് അവരുടെ എമിറേറ്റുകൾ സന്ദർശിക്കുകയാണ്. ഫുജറ പോർട്ട് സന്ദർശിക്കുകയാണ്. പോർട്ട് എന്താണെന്ന്, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിയുന്നവർക്ക് ഇത്തരം തള്ളലും ഗ്യാസും നടത്താൻ നേരമുണ്ടാവില്ല. ഈ ഗേറ്റ് തുറക്കാത്തതിന്റെ രാജ്യദ്രോഹം ശ്രീ തരൂരിന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഇവിടെ ശ്രീ മനു ബാംഗ്ലൂരിൽ നിന്നൊരു കണ്ടെയ്നർ ട്രിവാൻഡ്രം ട്രക്കത്തോണ്ട് അയച്ചു തന്നത് ബാംഗ്ലൂർ, ചെന്നൈ, സിംഗപ്പൂർ, ബുസാൻ, കാലോ, പെറു ആദ്യമായിട്ടാണ് ഈ ഭാഗത്ത് പസഫിക് കടന്ന് ഒരു കണ്ടെയ്നർ പോകുന്നത് ആദ്യമായിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത്. ബാംഗ്ലൂർ, ചെന്നൈ, സിംഗപ്പൂർ, ബുസാൻ, പെറുവിലെ കലോ 74 ദിവസം. തരൂർ വാ തുറക്കരുത്. ഈ വിഷയത്തെ സംബന്ധിച്ച്, ഗേറ്റ് തുറക്കുന്നതിനെ സംബന്ധിച്ച് വാ തുറക്കരുത്. മറ്റുള്ളവരെ സഹായിക്കുന്ന നിലപാട് തന്നെ ഇപ്പോഴും എടുക്കണം. ട്രിവാൻഡ്രം, ബുസാൻ, ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ബുസാനിലോട്ട് 11 ദിവസം. കൊറിയയിലെ ബുസാനിലോട്ട് 11 ദിവസം. അവിടെ നിന്ന് പസഫിക് കടക്കാൻ എനിക്കൊരു ക്യാപ്റ്റൻ തന്ന വിവരം വെറും 18 ദിവസമാണ്. അപ്പോൾ 11ഉം 18ഉം 29 അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ എത്താവുന്ന ഒരു കണ്ടെയ്നർ ഇന്ന് പോകുന്നത് 74 ദിവസമാണ്. ഇതാരെ സഹായിക്കാനാണെന്ന് ഈ ശ്രീ തരൂർ മറുപടി പറഞ്ഞേ പറ്റൂ.